ഹലോ എവരിവൺ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ആലോചിക്കുമായിരുന്നു, പെട്ടെന്നാണ് ഒരു വ്ളോഗ് എടുത്താലോ എന്നൊരു ചിന്ത വന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ എന്തായാലും ഒരു ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഹോം വ്ളോഗ് ചെയ്യാം. ഇന്ന് വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ഒന്ന് ഷോർട്സ് ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു ഹോം വ്ലോഗ്, ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു പ്രോപ്പർ ഡേ ഇൻ മൈ ലൈഫ് അല്ല. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ചിന്ത വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഞങ്ങളുടെ ലഞ്ച് എന്ന് പറയുന്നത് എൻ്റെ സ്പെഷ്യലാണ്. ഞാനാണ് ഉണ്ടാക്കുന്നത് ഇന്നത്തെ ലഞ്ച്. ഇവിടുത്തെ ഇന്ന് ലഞ്ച് കഴിക്കുന്നത് എഗ് റൈസ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ കൂടെ നമുക്ക് എഗ് റൈസ് ഉണ്ടാക്കാം. എഗ് റൈസിന് വേണ്ടിയുള്ള റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കൈമ റൈസാണ് കേട്ടോ. കൈമ റൈസ് ആകുമ്പോഴത്തേക്കും കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബാസ്മതി യൂസ് ചെയ്യാം, അല്ലാതെ സാധാ റൈസ് യൂസ് ചെയ്യാം. എഗ് റൈസിന് വേണ്ടിയുള്ള ഒരു മസാലയാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് സവോള ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളകുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ പെരുംജീരകപ്പൊടി. ഇത്രയാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പൊടിയുടെ അളവൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു അളവിന് അങ്ങ് ഇടുന്നതാണ്. ഇതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് ഇനി തക്കാളി ആഡ് ചെയ്യാം. ഒരു ഫുൾ തക്കാളിയാണ് കേട്ടോ ഇടുന്നത്. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി. ഇനി തക്കാളി ഇതിനകത്ത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. എഗ് റൈസിനൊക്കെ പറയുന്നത് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന, നമ്മൾ ഈ ചോറും കറിയും ഒക്കെ ആയിട്ട് ഭയങ്കര പാടല്ലേ, കുറേ ഉണ്ടാക്കണം. അപ്പം അതിന് പകരം പെട്ടെന്ന് ഈ എഗ് റൈസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. അതുകൊണ്ട് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എഗ് റൈസിന് വേണ്ടിയുള്ള മസാല റെഡി ആകുന്ന സമയം കൊണ്ട് ഞാനിവിടെ റേത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാം പച്ചമുളകും തക്കാളിയും പിന്നെ സവോളയൊക്കെ ഇട്ടിട്ട് ഒരു റേത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വിനീഗർ ഒഴിച്ച റേത്ത ഉണ്ടല്ലോ, ഒരു സാലഡ്. വിനീഗറും ഉപ്പും പച്ചമുളകും സവോളയും കൂടി ഇട്ടിട്ട് അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയ്ക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ എന്നോട് ഇന്നോട് പ്രത്യേകം പറഞ്ഞു ഇത് വേണമെന്ന്. ഇന്നത്തെ ലഞ്ച് ഫുള്ളും എൻ്റെ വകയാണ്. എഗ് റൈസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ സൈഡിൽ പപ്പടവും കൂടെ ഉണ്ട് കേട്ടോ. പപ്പടം ഞാൻ ഓൾറെഡി കാച്ചി വെച്ചു കേട്ടോ. അപ്പം അടിപൊളി. ഇതാണ് സൈഡ് ഡിഷസ്. അപ്പോഴെനിക്ക് പെട്ടെന്നൊരു ഐഡിയ വന്നത് എഗ് റൈസിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്പെഷ്യലും കൂടെ ആവാം. അപ്പം ഞാൻ ഇവിടെ ചടാ ചിക്കൻ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ ഇട്ടിട്ടൊന്ന് ചിക്കൻ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ബോൺലെസ് ആയതുകൊണ്ട് കുറച്ച് ചിക്കൻ എടുത്ത് ഞാനൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. കോൺഫ്ലവറും ഉപ്പും മഞ്ഞളും മുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഗരം മസാല ഇല്ല കേട്ടോ, പെരിഞ്ചീരകവും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് വറക്കണം. അത് നമുക്ക് കഴിക്കാൻ നേരത്ത് വറക്കാം അല്ലേ. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇവിടെ തക്കാളി അങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നൊന്നും ഇഷ്ടമല്ല. എനിക്ക് മാത്രമേ ഉള്ളൂ തക്കാളി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന ഇഷ്ടം. വീട്ടിൽ ബാക്കി അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ തക്കാളി ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉടയ്ക്കുന്നത്. ഈ മസാലയാണ് ഇതിൻ്റെ മെയിൻ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. വീഡിയോ ഷേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. തന്നെ വീഡിയോ എടുത്ത് കുക്ക് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം. നമ്മുടെ മുട്ടച്ചോറിന് മെയിൻ ആവശ്യമുള്ള മുട്ടയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. കാരണം 2 ദിവസത്തേക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം കുറച്ച് കൂടുതൽ ചോറുണ്ട്. അപ്പം അതുകൊണ്ട് 6 മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിലേക്കൊരു സ്വല്പം ഉപ്പ് ആഡ് ചെയ്യാം.
വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ബാക്കിയുള്ള ചോറിൽ ഉപ്പുണ്ട്, മസാലയിൽ ഇച്ചിരി ഉപ്പുണ്ട്. അപ്പം എല്ലാം കൂടെ ആകുമ്പോൾ കൂടരുത്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യണം നിർബന്ധമില്ല, എന്നാലും ഞാൻ ഇവിടെ നിന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള ചിക്കി എടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് മസാല ഒന്നും കൂടെ ഒന്ന് പിടിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനൊരു സ്വല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്വല്പം വെള്ളം ഒന്ന് ആഡ് ചെയ്ത് ഈ വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോഴത്തേക്കും മസാലയും കൂടി ഒന്ന് നമുക്കൊന്ന് പച്ച മണമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് കിട്ടും. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. വെള്ളമൊക്കെ ഒഴിച്ചത് ഇപ്പം ഒന്ന് വറ്റിയിട്ടുണ്ട്. ആ മസാലയൊക്കെ നന്നായിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് ഒരു ബൗണ്ടറി പോലെ ഉണ്ടാക്കിയിട്ട് നടുക്കൊരു ഹോൾ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ട ഒഴിക്കാം. കുറച്ച് കൂടുതലുണ്ട് മുട്ട, അതുകൊണ്ട് ആ നടുക്കൂന്നൊക്കെ അങ്ങ് മാറി. ഇനി നമുക്ക് ഇതൊന്ന് ഇച്ചിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി 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 കൊടുക്കുക. മുട്ട ഒന്ന് ചിക്കി വരണമല്ലോ. അപ്പം നന്നായിട്ട് ഇളക്കാം. എന്താണെന്നറിയത്തില്ല, പെട്ടെന്നൊരു കോൾഡ്, അറിയത്തില്ല എന്ത് പറ്റിയെന്ന്. ചെറിയൊരു റണ്ണിങ് നോസ് പോലെ, കോൾഡ് പോലെ. ചിലപ്പോൾ ഈ മസാലയുടെ മണം അടിച്ചിട്ടായിരിക്കും കേട്ടോ. നമ്മുടെ മുട്ട ഇങ്ങനെ ചിക്കി ചിക്കി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം കേട്ടോ. മുട്ട നമ്മളിങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ട്. അധികം ഡ്രൈ ആക്കരുത്, കാരണം ചോറിടേണ്ടതാണ്. അപ്പം നന്നായിട്ട് പിടിക്കണമല്ലോ. അധികം ഡ്രൈ ആക്കരുത്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും പതുക്കെ ലോ ഫ്ലെയിമിൽ ഇടുക. ഇനി നമുക്ക് ചോറിടാം. ഇതിനകത്തോട്ട് നമുക്ക് ചോറ് ആഡ് ചെയ്യാം. ഒരു കയ്യിൽ ക്യാമറയും മറ്റേതിൽ ചോറും കൂടി ഇടാൻ എനിക്ക് അത്ര കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ചോറ് ഇട്ടിട്ട് കാണിക്കാവേ. നമ്മുടെ ചോറ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നമ്മുടെ എഗ് റൈസ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ മിക്സ് ചെയ്യാൻ, കുറച്ചധികം ചോറായിപ്പോയി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ എഗ് റൈസ്. ക്യാമറയിൽ കൂടെ അത്രയും കളറ് കാണുന്നില്ല, പക്ഷെ നല്ലൊരു യെല്ലോയിഷ് റെഡ് കളറാണ് ശരിക്കും ഇതിന്. പക്ഷെ ക്യാമറയിൽ കൂടെ ലൈറ്റ് ബ്രൗൺ കളറാണ് കാണുന്നത്. ബട്ട് ശരിക്കുള്ള കളറ് ഒരു യെല്ലോയിഷ് റെഡ് കളറാണ് ശരിക്കുള്ള കളർ കേട്ടോ. അതുപോലെ നല്ല മണവും ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള അലങ്കാര പണികളും കൂടെ കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം കേട്ടോ. മല്ലിയില ഇടാതെ എന്ത് എഗ് റൈസ് അല്ലേ. മല്ലിയിലയൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിയില. മല്ലിയില ഇട്ട് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇതാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് 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 നെയ്യിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട് വറുത്തും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇവിടെ ഇപ്പം കാഷ്യൂനട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിടുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ എഗ് റൈസ്. നമ്മുടെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടെംപ്റ്റിങ് മണമാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടല്ല പറയുന്നത്, പക്ഷെ കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഒന്ന് പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഇതുപോലത്തെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2 മണിക്കൂർ മീൻസ് 1 മണിക്കൂറെങ്കിലും ഒന്ന് അടച്ചു വെക്കുക. എന്നാലേ ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, പറ്റുവാണെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും അടച്ചു വെക്കുക. എന്നാലേ ആ ഫുൾ ഫ്ലേവർ ഇതിനകത്ത് ഇറങ്ങത്തുള്ളൂ. അപ്പം ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പം എങ്ങനെയുണ്ട് എഗ് റൈസ്? ക്ഷീണിച്ച് പോയി, മൊത്തം വേർതിരിക്കുകയാണ്.
അപ്പൊ ഞാൻ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി. എന്നാലും ചൂടെടുക്കുന്നു ഭയങ്കരമായിട്ടും. അടുക്കളയിലൊക്കെ നിൽക്കുന്നവരൊക്കെ സമ്മതിക്കണം. ഞാനിവിടെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് എന്നെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അടുക്കളയിൽ നിന്ന് നമ്മൾ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ഭയങ്കര ചൂടാണ്, പ്രത്യേകിച്ച് ഈ കാലത്ത്. ഈ ഉച്ച സമയമാണ്, ഇപ്പൊ കറക്റ്റ് 12 മണിയായി. അതുകൊണ്ട് ഭയങ്കര ചൂട്. ഇനി കുറച്ചു നേരം പോയി ഫാൻ്റെ അടിയിൽ പോയി ഇരിക്കട്ടെ. അപ്പം 1 മണിക്കൂർ ഇനി അത് അടച്ചു വെക്കണം. കറക്റ്റ് 1 മണിയാകുമ്പോഴത്തേക്കും അടപ്പൊക്കെ തുറന്ന് നല്ല ഫ്ലേവർ ഇറങ്ങും കേട്ടോ ചോറിൽ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടച്ചു വെക്കുന്നത്. ഞാൻ ഗീ റൈസ് ഉണ്ടാക്കിയാലും ബിരിയാണി ഉണ്ടാക്കിയാലും എന്താണെങ്കിലും ഞാൻ 1 മണിക്കൂർ ഇങ്ങനെ അടച്ചു വെക്കും കേട്ടോ. എന്നാലേ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. കൈവേദന എടുക്കുന്നു. എന്നാലേ ആ ഒരു ഫ്ലേവർ അതിനകത്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അടച്ചു വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം 1 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കനും വറക്കണം. ചിക്കനും വറുത്തിട്ട് എഗ് റൈസ് കഴിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പം അതിൻ്റെ പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഷോർട്സ് എടുക്കാം കേട്ടോ. എന്താ 1 മണി ആകാറായി, അതുകൊണ്ട് ഞാൻ ചിക്കൻ വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി, അതുകൊണ്ട് ആ ബാറ്ററിൽ നന്നായിട്ട് മുക്കി ഇത് വറക്കിടാം. എടാ ഇനിയിപ്പോൾ ഇതൊന്ന് വറുത്ത് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കൻ വറക്ക ഇടുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് 2 മിനിറ്റത്തേക്ക് ചിക്കൻ നമ്മൾ ഇളക്കരുത്, ഇളക്കാതെ വെക്കണം. എന്നാലേ ആ ഇതേ കണ്ടോ ഈ കോട്ടിങ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ 2 മിനിറ്റ് ആയി, നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു, ഒരു സൈഡ് ഒന്നായിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് തിരിച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാവേ. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആഹാ, അടിപൊളി, നല്ല രസമുണ്ട്. അപ്പം എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് കഴിക്കാം അല്ലേ. നമ്മുടെ ചിക്കനൊക്കെ വറുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് ചോറിടാം. നമ്മുടെ സ്പെഷ്യൽ എഗ് റൈസ്. എഗ് റൈസും അച്ചാറും കച്ചമ്പറും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ പപ്പടം. ഇത് നമുക്ക് അച്ഛന് കൊടുത്തു നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അച്ഛൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ആദ്യമായിട്ടാണ് കേട്ടോ എഗ് റൈസ് ഉണ്ടാക്കുന്നത്. മൈക്കോടെ വെക്കുന്നുണ്ട്, അപ്പൊ കറക്റ്റ് അച്ഛൻ്റെ വോയിസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട അച്ചാറും പപ്പടവും റൈത്തയും അടിപൊളി. എനിക്ക് വയ്യ. അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ലതാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ഇനിയിപ്പം ഞാനും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇനിയിപ്പം ഞാൻ എന്ത് ഫുഡൊന്ന് കഴിച്ചു നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടെന്ന്. ഇതായിരുന്നു പരിപാടി. ഞാനിവിടെ എൻ്റെ വ്ളോഗ് ചെയ്യുമായിരുന്നു. വ്ളോഗ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വ്ളോഗല്ല, നമ്മുടെ കോളേജിന് ആവശ്യമുള്ള പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം അതിന് വേണ്ടിയുള്ളൊരു വ്ളോഗ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം അതിൻ്റെ എഡിറ്റിങ്ങിലാണ് ഇപ്പം ഞാൻ. അതിൻ്റെ കൂടെ അച്ഛൻ ചായ ഇട്ടു. ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അച്ഛൻ എനിക്ക് ചായ ഇട്ടു. കോളേജിൻ്റെ ആ വ്ളോഗിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. കുറച്ച് പഠിക്കാനുണ്ട്. അടുത്ത മാസം എക്സാം സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ പഠിക്കണം. പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാം കേട്ടോ. ഇന്നത്തെ ഡിന്നറ് ഇഡ്ഡലിയാണ് കേട്ടോ. ഹൈ, നല്ല സോഫ്റ്റ് ചൂട് ഇഡ്ഡലി, ആവിയൊക്കെ പാറുന്ന അടിപൊളി ഇഡ്ഡലി. ഇഡ്ഡലിയുടെ കൂടെ ഇന്ന് ചമ്മന്തിപ്പൊടിയാണ്.
എനിക്കും അമ്മയ്ക്ക് ഇഡ്ഡലിയുടെ കൂടെ ചമ്മന്തിപ്പൊടി ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ചമ്മന്തിപ്പൊടിയാണ് ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ. ഇന്ന് വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു, പഠിക്കാനുണ്ടായിരുന്നു. പഠിച്ചെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡിന്നറെല്ലാം കഴിച്ചു. പിന്നെ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇതാണ് ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്, ഒരു ഹോം വ്ളോഗ്, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല. എൻ്റെ ഒരു ദിവസം എങ്ങനെയാണോ അങ്ങനെ ഒരാണ് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.